എംജിആറിന് ശേഷം കേരളം കണ്ട അല്ലെങ്കിൽ തമിഴ്നാട് കണ്ട ഏറ്റവും വലിയൊരു വിജയം, ഏറ്റവും വലിയ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുക എന്ന് പറയുന്നത് വിജയുടെ ഒരു വിജയം തന്നെയായിരിക്കും. പലപ്പോഴും ഞാനും അടക്കം ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുള്ളതാണ്, വിജയുടെ ഈ പറയുന്ന ഫാൻ ബേസ് കൊണ്ടൊന്നും വിജയ്ക്ക് ഇലക്ഷന് പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല. വിജയുടെ ഫാൻ ബേസ് ആണ് വിജയ് പോകുന്ന സ്ഥലങ്ങളിലെല്ലാം വിജയെ കാണാനായിട്ട് വരുന്നതും ആ ഫാൻ ബേസ് കൊണ്ട് മാത്രം എങ്ങനെയാണ് വിജയ് വിജയിക്കുക എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നതാണ്. എന്നാൽ ഈ ഒരു വിജയവും വിജയ്ക്ക് മാത്രം സ്വന്തമാണ്, വിജയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് മാത്രം സ്വന്തമാണ്. വിജയ് ഒരു അധികാര ദുർവിനിയോഗവും ചെയ്യത്തില്ല എന്നുള്ള ജനങ്ങളുടെ ആ ഒരു വികാരം, അല്ലെ ജനങ്ങളുടെ ആ ഒരു മനസ്സ്, അല്ലെ ആ ഒരു ചിന്താഗതി, അത് തന്നെയാണ് വിജയ്ക്ക് ഒരു തുണയായതും വിനയാവാതെ വിജയ്ക്ക് പോയ കാര്യവും അത് തന്നെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. വിനയായത് ആർക്കാണ്? DMKക്കാണ്. വിജയെ പരസ്യമായിട്ടും രഹസ്യമായിട്ടും വെല്ലുവിളിച്ചിരുന്ന ഒരു ടീമായിരുന്നു DMK. ചെയ്ത് കാണിക്കാൻ പറ്റുമെങ്കിൽ ചെയ്ത് കാണിക്കണം, ഞങ്ങൾ ചെയ്ത് കാണിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരൂർ ദുരന്തം, വിജയുടെ റാലിക്കിടെ ഉണ്ടായിട്ടുള്ള പല ദുരന്തങ്ങളും, ആ ദുരന്ത മുഖത്ത് നിന്ന് വിജയെ കുറ്റപ്പെടുത്തുന്ന MK സ്റ്റാലിൻ അടക്കമുള്ള മുഖ്യമന്ത്രി അല്ലെങ്കിൽ അവരുടെ ഭരണപക്ഷത്തിരിക്കുന്ന